ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, അനുഗ്രഹീതമായ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ അവസരം തന്നോർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, നീ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ. വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഞങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിനുമുള്ള സകല ഭയങ്ങളും നിരാശകളും സങ്കടങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ ശരീരത്തിലുള്ള പാരമ്പര്യമായ ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങളെല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവിന്റെ വചനം കേൾപ്പാനായിട്ട് തടസ്സം നിൽക്കുന്ന എല്ലാ ദുഷ്ടതകളും ദുരാത്മാക്കളും ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രക്തത്താൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. വിശുദ്ധിയുള്ളവരും കൃപയുള്ളവരുമായി ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജീവനുള്ള വചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നിവസിക്കുന്ന ആലയങ്ങളായി ഞങ്ങൾ മാറുന്ന ഒരു സമയമായി ഈ നിമിഷം മാറുവാൻ ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. യേശു ക്രിസ്തുയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാ. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തുയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാ. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം ഫിലോമോൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സൽഫലമാകേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫിലോമോൻ എന്ന് പറയുന്ന മനുഷ്യന് അപ്പോസ്തലനായ പൗലോസ്ലീഹ എഴുതുന്ന മനോഹരമായ ഒരു ലേഖനമാണിത്. ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും പരിശുദ്ധ സഭ, യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ മക്കളാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തിയ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ശരീരത്തിന്റെ ചെറിയ അവയവങ്ങളാണെങ്കിലും നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്, നിങ്ങളെ ദൈവം മാനിക്കുന്നു. കർത്താവിന്റെ സഭ, കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ഓരോ പ്രിയപ്പെട്ടവരും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അവരുടെ കുലമോ മഹിമയോ വിദ്യാഭ്യാസമോ സമ്പത്തോ ഒന്നുമല്ല. അവർ എപ്രകാരം വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ സഭയോട് ചേരുന്നു. ദൈവമക്കളെ, കർത്താവ് നമ്മെ വിളിച്ചത് ഈ പരിശുദ്ധ സഭയുടെ ഭാഗമാകാനാണ്, യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകാനാണ്. നിങ്ങളിന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിലേക്ക് ചേർത്ത് പിടിക്കും. പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ പറയുന്നത് ഫിലോമോനെ കുറിച്ച് പൗലോസ്ലീഹായ്ക്കുണ്ടായിരുന്ന ആ വലിയ മതിപ്പ് പോലെ നമ്മെക്കുറിച്ച് ദൈവിക ശുശ്രൂഷകർക്കും ദൈവത്തിനും ഉണ്ടാകണമെന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നമ്മെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന, നമ്മെക്കുറിച്ച് സന്തോഷത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്പിരിച്വൽ ലീഡർ
നമുക്കുണ്ടാകണം. നിങ്ങൾ ഒരു പരിശുദ്ധ സഭയുടെ അംഗമാണെങ്കിൽ ആ സഭയിൽ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന നിങ്ങളുടെ സ്പിരിച്വൽ ലീഡർ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത കൊടുക്കും. ഫിലോമോനെ കുറിച്ച് പൗലോസിന്റെ മനസ്സിൽ ആത്മാവ് കൊടുത്ത ചിന്ത അവൻ നല്ലവൻ എന്നുള്ളതായിരുന്നു. നോക്കിക്കേ, യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹം. നമുക്കെങ്ങനെയാണ് നമ്മുടെ കർത്താവിനോടുള്ള ബന്ധവും സ്നേഹവും? കർത്താവിന്റെ നാമത്തിലുള്ള പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും ബന്ധവും എപ്രകാരമാണ്? ദൈവത്തിലുള്ള വിശ്വാസം എപ്രകാരമാണ്? ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു നേടിയ പരിജ്ഞാനത്തിന്റെ അളവ് എത്രത്തോളമാണ്? നിങ്ങളുടെ ആത്മീയ പിതാവിന്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷത്തിന്, ആത്മീയമായ സന്തോഷത്തിന് നിങ്ങൾ കാരണക്കാരാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ട് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ജീവിതം സമർപ്പിച്ച് യേശുവിന്റെ ശരീരത്തിന്റെ സഭയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചാൽ ഇന്ന് ദൈവം നിങ്ങളുടെ കുറവ് തീർത്തു തരും. നിങ്ങൾക്കൊരു അനുഗ്രഹം ദൈവം തരും, ആത്മീയ ഉയർച്ച തരും. നിങ്ങൾ അനുഗ്രഹമായി മാറും. നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്ന ഒരു സ്പിരിച്വൽ ലീഡർ നിങ്ങൾക്ക് ദൈവം തരും. ആ ആത്മീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷ കഴിക്കും. നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സഭയുടെ ഭാഗമായി നിലകൊള്ളുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരെയും കർത്താവ് സ്നേഹത്തോടെ ഇപ്രകാരം വിളിക്കുന്നു, വരുവിൻ എന്നാണ്. പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഫിലോമോനെ പോലെ സാക്ഷ്യമുള്ളവരായി മാറട്ടെ. കർത്താവിന്റെ സഭയെ സ്നേഹിക്കുന്നവരായി മാറട്ടെ. യേശുവിനെ സ്നേഹിക്കുന്നവരായി മാറട്ടെ. വചനം സ്വീകരിക്കുന്നവരായി മാറട്ടെ. ഇവരുടെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബത്തിന്റെ, ഇവരുടെ ജീവിതത്തിന്റെ ശാപം മാറട്ടെ. ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ. ഇവർ കർത്താവിൽ വളരട്ടെ. ദൈവത്തിൽ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന സകല ജനവും പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിക്കട്ടെ. ഇവർ അനുഭവിക്കുന്ന വേദനകൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, ജീവിതത്തിന്റെ ക്ലേശങ്ങൾ, അവയെല്ലാം ഞങ്ങൾ കർത്താവിന്റെ കുരിശിൻ ചൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ദിവസവും 2 ശുശ്രൂഷകൾ നമുക്കുണ്ടല്ലോ. 2 മണിയുടെ ഈ ചെറിയ പ്രാർത്ഥനാ യോഗവും വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ യോഗവും, രണ്ടും ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ റൂഹായുടെ സംബന്ധവും നിങ്ങളോടും നിങ്ങൾക്കുള്ള സകലത്തോടും കൂടെ എന്നും എന്നാളും ഉണ്ടാകട്ടെ. ആമീൻ.